കൊത്തി കൊത്തി മുറത്തിൽ കയറി കുത്തിയാൽ കൂട്ടാൻ ചട്ടിയിലാവും എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അല്ലേ കക്കും തോറും മുടിയും, മുടിയും തോറും കക്കും. അപ്പം അങ്ങനെ അവസാനം കട്ടുകെട്ട് അമ്പലക്കള്ളനുമായി നമ്മുടെ പിണറായി സഖാവ്. കാരണവന്മാർ പണ്ട് കാലത്തെ മക്കളോട് പറയായിരുന്നു, പേരുദോഷം വരുത്തരുത്. ഇപ്പം പിണറായി വിജയന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മൊത്തം പേരുദോഷം വരുത്തുന്ന രീതിയിലാണ് കഴിഞ്ഞ ഒരു 5 കൊല്ലത്തെ ഭരണം എടുക്കുകയാണ്. 5 കൊല്ലമല്ല, 10 കൊല്ലം. അതായത് സ്വർണം കടത്ത് പണ്ട് കല്ലട്ര ഹാജി, ഹാജി മസ്താൻ, KS അബ്ദുള്ള ഇങ്ങനെയുള്ള വലിയ കള്ളക്കടത്തുകാരായിരുന്നു ഒരു 50-60 കൊല്ലം 70 കൊല്ലം മുമ്പ്. അവരെയൊക്കെ കവച്ചു വെക്കുന്ന രീതിയിലാണ് ഇന്നത്തെ ഭരണകർത്താവ്. ഈയിടെ എനിക്ക് തോന്നുന്നു ഈ പിണറായി വിജയൻ്റെ രാഷ്ട്രീയ ഗുരു കാൾ മാർക്സോ മാവോസോ EMS ഒന്നുമല്ല, സാക്ഷാൽ നമ്മുടെ നരേന്ദ്രമോദിയാണ്. ഭൂമി കണ്ടതിൽ പിന്നെ ഏറ്റവും വലിയ മോഷ്ടാവ് നരേന്ദ്രമോദിയാണ്. അയാൾ ഭരണത്തിൽ കയറി ആദ്യം ചെയ്തത് വിവരാവകാശ കമ്മീഷനിൽ വിവരം ചോദിച്ചുകൊണ്ട് അല്ലെ ആരോപണം ഉന്നയിക്കുന്നവർ അതിൻ്റെ തെളിവും കൂടെ ഹാജരാക്കണം പറഞ്ഞ നിയമമുണ്ട്. അത് പിന്നെ ഇന്ന് വരെ കഴിഞ്ഞ് 10-12 കൊല്ലമായിട്ട് ഇതുവരെ ഒരു ആരോപണം പുള്ളി നേരിട്ടിട്ടില്ല. എന്നാൽ വിമാനം വാങ്ങിയിലും നോട്ട് നിരോധനത്തിലും ഇലക്ട്രൽ ബോണ്ട് എന്നൊക്കെ പറഞ്ഞ് ലക്ഷക്കണക്കിന് കോടി രൂപ മുതൽ കൂട്ടി. എന്നാൽ ഉള്ളത് പറയണമല്ലോ, ഇതിൻ്റെ എല്ലാം ഗുണഭോക്താവ് മോദിയല്ല. മോദി പേഴ്സണലായിട്ട് പൈസ തട്ടിമാറ്റുന്നുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പാർട്ടിക്ക് അദാനി, അംബാനി മുതലായവരെ കൂടുതൽ മുതലാളിമാരായി അവരുടെ കയ്യിൽ നിന്ന് ആവശ്യത്തിന് പാർട്ടിക്ക് കിട്ടുകയും ചെയ്യും. ഒരു പടി കൂടി മുന്നിൽ കടന്നാണ് നമ്മുടെ പിണറായി സഖാവ്. പുള്ളിക്കാരൻ സ്വർണം കടത്ത് കൂടാതെ ഡോളറും കടത്തി, അവസാനം അമ്പലക്കള്ളനുമായി. കള്ളന്മാർ പണ്ട് തിരുവാഭരണം മോഷ്ടിച്ചതിൻ്റെയൊക്കെ നമ്മൾ എമ്പടി സിനിമകൾ മലയാളത്തിൽ കണ്ടിട്ടുണ്ട്. മോഹൻലാലിൻ്റെ, ജയറാമിൻ്റെയൊക്കെ. പണ്ട് പിണറായിയുടെ പിണയാളുകൾ അതിലും വലിയ കവാടം തന്നെ മോഷ്ടിച്ചത്. അതായത് വലിയ വാതിൽ തന്നെ, കെട്ടിടം തന്നെ മോഷ്ടിച്ചുകൊണ്ട് പോയി. ഇത് അമ്പലം വിഴുങ്ങികളെന്ന് കേട്ടിട്ടേ ഉള്ളൂ. യഥാർത്ഥ അമ്പലം വിഴുങ്ങിയാണ് നമ്മുടെ സഖാവ്. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ഇലക്ഷന് തിരിച്ചടി കിട്ടിയത്. പണ്ടും കാരണവന്മാർ പറയും, കോഴി മുറ്റത്ത് കിടക്കുന്ന നെല്ലൊക്കെ തിന്നാൽ കുഴപ്പമില്ല, മുറത്തിൽ നമ്മൾ ഉണങ്ങാൻ വെച്ചിരിക്കുന്നത് തിന്നിരുന്നത്. അതാണ് കൊത്തി കൊത്തി മുറത്തിൽ കയറി കുത്തിയാൽ പിന്നെ ചട്ടിയിലായിരിക്കും എന്ന് പറയുന്നത്. പിന്നെ അതിന് അന്നേരം കഴുത്ത് പിരിച്ച് കൊന്ന് ചട്ടിയിൽ കറി വയ്ക്കും. നന്ദി, നമസ്കാരം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. മലയാളി വാർത്ത ഹിഡൻ.